എൻ്റെ പേര് വിൻസെൻ്റ്, കർണാടകയിൽ നിന്ന് വരുന്നു. ഞാൻ ആഗസ്റ്റ് അവസാനത്തെ ആഴ്ചയിൽ ഇവിടെ 5 ദിവസത്തെ ധ്യാനത്തിന് പങ്കെടുത്തായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയാണ് ഞാനിവിടെ നിയോഗം വെച്ച് വന്നത്. ഞാൻ വരാൻ നേരത്തെ എൻ്റെ കടങ്ങൾ ടോട്ടൽ കണക്ക് കൂട്ടി, ഇത്രയുണ്ട്, ഈ എമൗണ്ട് ഇത്ര കടമുണ്ടെന്നുള്ള മനസ്സിൽ കണക്ക് കൂട്ടി. അതിൻ്റെ ദശാംശം ഞാനിവിടെ കൊടുക്കാവുന്ന നേർന്നിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. അപ്പം ഞായറാഴ്ച ധ്യാനം തുടങ്ങിയ ആദ്യത്തെ ആരാധനയ്ക്ക് തന്നെ അച്ഛൻ വിളിച്ചു പറയുന്നു, 1 കോടിയോളം കടം വരുന്ന മകൻ്റെ കടബാധ്യത മാറ്റുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് വ്യാഴാഴ്ച ധ്യാനം തീരാൻ നേരത്തും വിളിച്ചു പറഞ്ഞു, ഈ 1 കോടിയോളം കടം വരുന്ന മകൻ്റെ സമ്പൂർണ്ണ കടം മാറ്റി തരുന്നുവെന്ന്. ഞാൻ ധ്യാനം കൂടി വീട്ടിൽ ചെന്ന് 17-ാം ദിവസം 1 വർഷമായിട്ട് വിൽക്കാനിരുന്ന സ്ഥലം, കച്ചവടം നടക്കാത്ത സ്ഥലം, അവരായിട്ട് അന്വേഷിച്ച് വീട്ടിൽ വന്ന് സ്ഥല കച്ചവടം നടന്നു. ഒന്നാമത്തെ ദൈവം തന്ന അനുഗ്രഹമാണ്. കടം വീട്ടാൻ പറ്റി. നല്ലൊരു കൈയടി കൊടുത്ത് കണ്ടോ, മനസ്സിലായോ? എന്തൊരു വലിയ അനുഗ്രഹമാണ്. ഓഗസ്റ്റിലുണ്ടായതാണ് കേട്ടോ. അതുപോലെ തന്നെ ഭൂതാച്ചടന വസ്തുക്കളുണ്ട്. ഞാൻ ഭവനത്തിന് ചുറ്റും വെഞ്ചരിച്ച സ്ഥലത്തും എല്ലാം ഇട്ടായിരുന്നു. വീട്ടിൽ നെയ്യുറുമ്പിൻ്റെ ഭയങ്കര ശല്യമായിരുന്നു. ഈ ഭക്ഷണ മേശയിൽ കിടക്കാൻ പോയടുത്ത് വാർഡ്രോബിൽ എല്ലായിടത്തും ഈ നെയ്യുറുമ്പ് 1 കൊല്ലമായിട്ട് ഈ ഭയങ്കര ശല്യമായിരുന്നു. ഈ ധ്യാനം കഴിഞ്ഞ് പോയി ഭൂതാച്ചടന വസ്തുക്കൾ ഇട്ട് ആനാമ്പെള്ളം ഒഴിച്ച് വെഞ്ചരിച്ചപ്പനെ ഒരാഴ്ച കഴിഞ്ഞത് ഈ ഉറുമ്പുകളെല്ലാം തന്നെ ചാകാൻ തുടങ്ങി. ഈ ദിവസവും അടിച്ചു വരുമ്പം 100-500 ഇങ്ങനെ കൂട്ടമായിട്ട് ഈ നെയ്യുറുമ്പുകൾ കിട്ടാൻ തുടങ്ങി. ഇപ്പം ഇതുവരെ പിന്നെ ഈ നെയ്യുറുമ്പ് വീട്ടിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മരിച്ചവരുടെ വസ്തുക്കൾ ഉപയോഗിക്കരുതെന്ന് അച്ഛനെ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു. മരിച്ചവരുടെ ചില വസ്തുക്കൾ, എല്ലാ വസ്തുക്കളല്ല, ചില വസ്തുക്കൾ അതിൻ്റെ കൃത്യം അത് കേൾക്കണം. നിങ്ങൾക്ക് സാക്ഷ്യപത്രം ഉണ്ടല്ലോ, സാക്ഷ്യപത്രം അച്ഛൻ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിലുപരിയായിട്ട് നിങ്ങൾ ആ വീഡിയോ കാണുക, അച്ഛൻ്റെ ടോക്ക് കേൾക്കുക. അപ്പോൾ അതിൽ ഉദാഹരണ സഹിതം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കേട്ടിട്ട് വേണം, അല്ലാണ്ട് എല്ലാ വസ്തുക്കളല്ല. എന്താണ് ഇരിക്കേണ്ട ഈ വീട്ടിൽ? സഹോദരൻ്റെ ഷർട്ട് ഞാൻ ഉപയോഗിക്കായിരുന്നു. അപ്പം ആൾ മരിച്ചുപോയായിരുന്നു. അപ്പോൾ എൻ്റെ സഹോദരന് ഈ സോറിയാസിസിൻ്റെ രോഗം ഉണ്ടായിരുന്നു. ഇത് എനിക്കും തുടങ്ങിയിരുന്നു. അപ്പോൾ ഇത് നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ എനിക്കിതുവരെ അങ്ങനത്തെ ഒരു ചൊറിച്ചലോ രോഗമോ ഇല്ല. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞേ കണ്ടോ. അതാണ് അച്ഛൻ്റെ കൃത്യം 1, 2, 3 പോയിന്റ് സഹിതം അച്ഛൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ. ഇപ്പോൾ അതിനെപ്പറ്റി അറിയാത്തവരും അതിൽ കൃത്യം സഭ പറയുന്നുണ്ട്. ഇങ്ങനത്തെ ഉള്ള ഹൈജീനിക്കിൻ്റെ മേഖലയാണത്. അപ്പോൾ അതില്ല, ഹൈജീനായിട്ട് ഇങ്ങോട്ട് വന്നു, അത് കളഞ്ഞോടുകൂടി അത് മാറിക്കിട്ടി. പ്രൈസ് ദി ലോർഡ്.